വിനോദയാത്രയ്ക്കായി കുടുംബസമേതം കാട്ടിലെത്തിയ കുട്ടനും അമ്മുവും രക്ഷിതാക്കൾ അറിയാതെ കാട്ടിൽ കറങ്ങാൻ ഇറങ്ങി. നല്ല രസമുണ്ട്. നന്നായിട്ടൊക്കെ ഉണ്ട് കുട്ട, പക്ഷെ വേഗം വാ, നമുക്ക് പോണ്ടേ. കാട്ടിൽ കറങ്ങി നടന്ന കുട്ടനും അമ്മുവും തിരിച്ചു പോകുന്നതിനിടെ വഴി തെറ്റി പുഴക്കരയിൽ കുടുങ്ങുന്നു. നമ്മൾ എങ്ങനെ പോകും? അമ്മു പേടിക്കണ്ട, ഇവിടെ ഞാനുണ്ട്, ഞാൻ രക്ഷിക്കാം. അങ്ങനെ ഡിങ്കനും സാറിയും അവരെ രക്ഷിച്ചു. കുട്ടികളെ, രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടന്ന് പ്രശ്നത്തിൽ ചെന്ന് ചാടരുത്, സൂക്ഷിച്ചു പോകൂ. ഒരിടത്തൊരിടത്ത് സാറ എന്ന സീബ്രയും ജോജോ എന്നൊരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ ജോജോനോട് ചോദിച്ചു, ജോജോ, ചാടിയും ഓടിയും കളിച്ച് ഞാൻ ആകെ തളർന്നു പോയി. ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരട്ടെ? ഓക്കേ, ഉറങ്ങിയിട്ട് വന്നോളൂ. അങ്ങനെ സാറ ഉറങ്ങാൻ ചെല്ലുന്നു. തക്ക സമയം കുട്ടിയുടെ അടുത്ത് ആരുമില്ല. അങ്ങോട്ടൊന്ന് ചെല്ലാം. ഈ സമയം ഒരു അപരിചിതൻ മിഠായിയുമായി ജോജോവിന്റെ അടുത്ത് വരുന്നു. ഹായ് മോനെ, ഞാനാണ് റോബിൻ. മോന്റെ അച്ഛനും ഞാനും സുഹൃത്തുക്കളാണ്. എന്റെ കൂടെ കളിക്കാൻ വരുന്നോ? നല്ല മിഠായി വാങ്ങിച്ചു തരാം. പെട്ടെന്ന് സാറ ഉണരുകയും ഇത് കാണുകയും ചെയ്യുന്നു. അയ്യോ, ജോജോന്റെ അടുത്ത് ആരാണ്? ഞാൻ പോയി നോക്കട്ടെ. അയ്യോ, ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അയ്യോ, ഒന്നും പറ്റിയില്ലല്ലോ ജോജോ. ജോജോ, പെട്ടെന്ന് അപരിചിതരോട് കൂട്ടുകൂടുകയും അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയും അരുത് കേട്ടോ. കുട്ടികളെ, അപരിചിതരുടെ കയ്യിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്. അപ്പൊ ശരി, ബൈ ബൈ. പണ്ട് പണ്ട് കാട്ടിൽ ഡിങ്കൻ എന്ന ഒരു കരടിയും പാണ്ഡു എന്ന ഒരു പാണ്ടയും ഉണ്ടായിരുന്നു. എടാ പാണ്ഡു, രാവിലെ തൊട്ട് ഒടുക്കത്തെ വിശപ്പ്. നമുക്ക് ആ പുഴയരികിൽ പോയി 2 മീനിനെ പിടിച്ച് തിന്നാൻ പോയോ? അയ്യോ, പുഴയരികിലേക്കോ? ഞാനില്ല ഡിങ്ക, എനിക്ക് ഭയങ്കര പേടിയാ. എടാ പേടിത്തൊണ്ട, ഞാനില്ലേ നിന്റെ കൂടെ, നീ വായോ. ആ ശരി ശരി, നീയുള്ള ധൈര്യത്തില് ഞാൻ വരാം. എന്നാ ഒരു മിനിറ്റ്, ഞാനൊരു കാപ്പി കുടിക്കട്ടെ. ഹോ, ഇവന്റെ ഒടുക്കത്തെ കാപ്പി കുടി. അങ്ങനെ പാണ്ഡുവും ഡിങ്കനും മീൻ പിടിക്കാനായി പുഴക്കരയിലേക്ക് ചെല്ലുന്നു. വഴിയിൽ അവർ സാറയെ കണ്ടുമുട്ടുന്നു. ആഹാ, ഇതാര്? ഡിങ്കനും പാണ്ഡുവും എങ്ങോട്ടായി രാവിലെ തന്നെ പോണേ? ആ, ഈ ഡിങ്കൻ എന്നെ രാവിലെ തന്നെ പുഴക്കരയിലേക്ക് വലിച്ചോണ്ട് പോവാ. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും. സാറാ, നീ വലിയ സസ്യബുക്കല്ലേ, പുല്ലൊക്കെ തിന്ന് ജീവിച്ചോ. ഞങ്ങള് പോയി നന്നായി 2 മീൻ തിന്നിട്ട് വരാം. അങ്ങനെ അവർ പുഴക്കരയിലേക്കുള്ള യാത്ര തുടരുന്നു. അവർ മീൻ പിടിക്കാൻ പുഴക്കരയിലെത്തി. പുഴക്കരയിലെത്തിയ പാണ്ഡു കാല് തന്നെ വെള്ളത്തിൽ വീണു. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. പേടിക്കണ്ട പാണ്ഡു, ഞാൻ ദാ വരുന്നു. അങ്ങനെ അതിസാഹസികമായി ഡിങ്കൻ പാണ്ഡു
പാണ്ഡുവിനെ രക്ഷിച്ചു. താങ്ക് യു ഡിങ്ക, നീ ഉള്ളത് കൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. എടാ, സുഹൃത്തുക്കളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. താങ്ക്സ് ഒന്നും വേണ്ട. നിന്റെ പേടി കുറച്ചേക്ക് പാണ്ഡു.